ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ മീനുവും മിത്രയും അനുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനുമായിട്ടുള്ള സകല കോണ്ടാക്റ്റും ഞാൻ അവസാനിപ്പിച്ചതാ. അവൻ്റെ നമ്പർ ബ്ലോക്കും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ചില കോമൺ ഫ്രണ്ട്സ് വഴി അവൻ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് മീനു ചേച്ചി എന്ന് പറയാം. മോളെ, ഇനി നീ അവനെ വെറുതെ വിട്ടാൽ അത് ശരിയാകില്ല. ഇക്കാര്യത്തിൽ എനിക്കും ആരിൻ്റെ സ്റ്റാൻഡ് തന്നെ ഉള്ളത്. നിന്നോട് സംസാരിക്കാൻ അവനൊരു അവസരം കൊടുക്കരുത്. അല്ലെങ്കിൽ തന്നെ എന്ത് സംസാരിക്കാനാ? അവനൊരിക്കൽ നിന്നോട് മാപ്പ് പറഞ്ഞതല്ലേ? ആ ചാപ്റ്റർ അവിടെ ക്ലോസ്ഡ് ആയി. ഇനിയിപ്പം വീണ്ടും അത് തുറക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയാം. അത് കേൾക്കുന്ന മിത്ര സങ്കടത്തോടെ പറയും, മീനു ചേച്ചി അങ്ങനെ ആയിരിക്കില്ല, അവൻ ശരിക്കും മാറിയതാ. എനിക്കത് ബോധ്യപ്പെട്ട കാര്യമാണ്. ചിലപ്പം ഇവളോട് എന്തെങ്കിലും അവന് മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ടെങ്കിലോ? അവൻ പറയുന്നത് ഒരു തവണ ഒന്ന് കേൾക്കാൻ അവസരം കൊടുത്താൽ പിന്നെ ഒരിക്കലും അവൻ ശല്യത്തിന് വരാതിരുന്നാലോ എന്ന് ചോദിക്കാം. ദേ മിത്രേ, നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സ്വാഭാവികമായും അവൻ്റെ കുറ്റം ഞങ്ങൾ പറയുന്നത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. കാരണം അവൻ നിന്റെ സഹോദരനാ എന്നും കരുതി അവൻ ഈ കുടുംബത്തോട് ചെയ്തതൊന്നും നീ മറന്നിട്ടാകരുത് ഇങ്ങനെ പറയുന്നത്. അവൻ അത്ര പുണ്യാളനൊന്നും അല്ലല്ലോ. അവനെ ഒന്നുമേ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. അവൻ്റെ ക്രിമിനൽ മൈൻഡാ, അതൊരിക്കലും മാറാൻ പോകുന്നില്ല. കുറച്ച് ദിവസം ആ ജയിലിൽ കിടന്നപ്പം ചെറിയൊരു വെളിച്ചം വീണു. വീണ്ടും ആ വീട്ടിലേക്ക് കയറി വന്നപ്പം അവൻ പഴയപടിയായി. അത്ര തന്നെ എന്ന് പറയാം. ദേ മോളെ, എന്തേലും പ്രശ്നം അവൻ ഉണ്ടാക്കിയാൽ മോള് അത് അച്ഛനോട് പറയണം. അച്ഛൻ ഡീൽ ചെയ്തോളും എന്ന് പറയാം. അത് കേൾക്കുന്ന അനു പറയും, വേണ്ട മീനു ചേച്ചി, അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാവരും നല്ല ടെൻഷനില്ല. ദേ, ഒരിക്കൽ നീ ഇങ്ങനെ വിചാരിച്ചിരുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് ഇനിയും അങ്ങനെ ഒരു അബദ്ധം കാണിക്കരുത്. മര്യാദയ്ക്ക് നിനക്ക് പറയാനുള്ളത് വീട്ടിൽ വന്ന് പറഞ്ഞോണം എന്ന് പറയാം. അത് കേൾക്കുമ്പം അനു പറയും, ഞാൻ ഇനി പറഞ്ഞോളാം മീനു ചേച്ചി. ഇനി ഒരിക്കലും അവനുമായിട്ടൊരു സൗഹൃദം പോലും സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വഴിയിൽ തടസ്സമായി അവൻ വന്നാൽ അവനെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് ഉറപ്പോടുകൂടി പറയാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. അവൻ എന്ത് ചെയ്താലും അവനോട് ഞാൻ ഇനി സംസാരിക്കത്തില്ല. അത് ഞാൻ എന്നോ മനസ്സിലെടുത്ത തീരുമാനമാണ്. അപ്പം മിത്ര പറയും, ഉറപ്പാണല്ലോ? അതെ, ഉറപ്പ്. ഇനി ഒരിക്കലും ഞാൻ അവരോട് മിണ്ടില്ല. സത്യം പറഞ്ഞാൽ അവൻ അകത്ത് കിടന്നിരുന്നെങ്കിലേ അനുമോളുടെ പിന്നാലെ ശല്യമായിട്ട് ഇങ്ങനെ വരത്തില്ലായിരുന്നു. അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു എന്ന് ദേഷ്യത്തോടു കൂടി മീനു പറയാൻ കേട്ടോ. അപ്പം മീനു ദേഷ്യപ്പെടും എന്നുള്ളത് കൊണ്ട് മിത്ര പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഇതേ സമയം നമ്മുടെ ആനന്ദും ആകാശും ആര്യനും കൂടി കുടിച്ച് ബോധം കെട്ട് ഒരു വിധത്തിൽ ആനന്ദിനെ പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് വരിക. എടാ ആകാശേ, ആര്യ, എന്നെ വിടടാ. നിങ്ങളുടെ ചേട്ടന് ഒരു കുഴപ്പമില്ലടാ. ഏട്ടൻ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കൂടാ എന്നൊക്കെ പറയാം. അപ്പം ഈ ശബ്ദം കേട്ടുകൊണ്ട് ബാലനും കോമതിയും അങ്ങോട്ട് വരിക. എടാ, എനിക്ക് ഒരു കുഴപ്പമില്ലടാ. നിങ്ങൾ സമാധാനത്തോടെ എന്നെ ഒന്ന് നടക്കാൻ സമ്മതിക്കടാ എന്ന് പറയാം. അല്ലെങ്കിലും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഏട്ടൻ സ്ട്രോങ് ആണെന്ന്. ഏട്ടന് ഒരു കുഴപ്പമില്ല എന്ന് ആര്യനും പറയാൻ കേട്ടോ. കണ്ടില്ലേ കോമതി, മദ്യം കൊടുത്ത് ഏട്ടന്റെ വിഷമം മാറ്റാൻ നിൽക്കുന്ന രണ്ട് അനിയന്മാരുടെ കടമ എന്താണെന്ന് ഇവന്മാരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയാം. പെട്ടെന്ന് ആകാശ് പറയും, അച്ഛാ, അനിയന്മാരായ ഞങ്ങളുടെ കടമ എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഏട്ടൻ കുടിച്ചിട്ടുണ്ട്, ശരിയാ. അത് സന്തോഷം വന്നിട്ട് കുടിച്ചതൊന്നും അല്ല. ഞങ്ങളുടെ പാവം ഏട്ടൻ, ഈ മനുഷ്യൻ വേദന മാറാൻ വേണ്ടി കുടിച്ചതാ. ഈ മനുഷ്യന്റെ മനസ്സ് മുഴുവനും വേദനയാ. ആകാശേട്ടാ, ഒന്നടങ്ങ് എന്ന് ആര്യനപ്പ പറയും. ദേ എടാ, നീ ആനന്ദേട്ടനെ മുറിയിലേക്ക് കൊണ്ടുപോ. ഈ മനുഷ്യൻ ഈ അവസ്ഥയിലാകാൻ കാരണക്കാരൻ ആരാ? അച്ഛൻ. ഈ നിൽക്കുന്ന അച്ഛനാ അതിന് കാരണക്കാരൻ. എടാ ആകാശേ, മിണ്ടാതിരുന്നേ എന്ന് ഗോമതി പറയാ. അമ്മയൊന്നും പറയണ്ട. അച്ഛൻ തന്നെ പറയട്ടെ. പറ, ആരാ ഈ മനുഷ്യൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ എന്ന് ചോദിക്കാം. എടാ, നീ വഴക്കിന് വന്നേക്കുവാണോ? ഒരു വഴക്കും ഇല്ല എനിക്ക്. ഞാൻ വഴക്കിനൊന്നും വന്നതും അല്ല. എടാ, നീ ഇതുപോലെ ആനന്ദേട്ടനെ കൊണ്ടുപോയില്ലേടാ എന്ന് ആര്യനോട് ചോദിക്കുക. കൊണ്ടുപോടാ, ആനന്ദേട്ടനെ അകത്ത് കൊണ്ടുപോയി കിടത്തടാ, മിണ്ടാതിരടാ എന്ന് അപ്പം ആനന്ദ് പറയും. എടാ, ഞാൻ നടന്നു പൊയ്ക്കോളാടാ, എനിക്ക് ഒരു കുഴപ്പമില്ല, നീ വെറുതെ സംസാരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ആനന്ദ് പറയുന്നുണ്ട്. കുടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നും സ്പഷ്ടമാകുന്നില്ല കേട്ടോ. അപ്പം ആര്യൻ ഒരു വിധത്തിൽ ആനന്ദിനെ പിടിക്കുക. കൊണ്ടുപോടാ ആര്യ, ആനന്ദേട്ടനെ കൊണ്ടുപോയി കിടത്തണം കേട്ടോ. പാവം എൻ്റെ ആനന്ദേട്ടൻ ഉറങ്ങട്ടെ, ഇന്നെങ്കിലും സമാധാനത്തോടെ ആ പാവം ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറയാം. അതിനുശേഷം ആകാശ് പയ്യെ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഞങ്ങളുടെ ഏട്ടൻ ഈ അവസ്ഥയിലാകാനുള്ള യഥാർത്ഥ കാരണക്കാരൻ ആരാ പറ എന്ന് ആകാശ് ചോദിക്കുക. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം അച്ഛൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ പാവു ഏട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട് മിത്രയും മീനും അങ്ങോട്ട് വരിക. അപ്പം മീനു ആണ് ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ആകാശേ, കുടിച്ചിട്ടുണ്ടോ നീ എന്ന് ചോദിക്കുക. കുടിച്ചിട്ടുണ്ടോന്ന്? കുടിച്ചു.
ഈ ആകാശ് കുടിച്ചു വിഷമം കൊണ്ട്. ആനന്ദേട്ടൻ ഇച്ചിരി മനസ്സമാധാനം കിട്ടാൻ ഞങ്ങളും പിന്നെ അയ്യോ എവിടെ ആര്യൻ അവൻ ഏട്ടനെ കൊണ്ടുപോയി കിടത്താൻ പോയി. ഏട്ടനും ഞങ്ങളൊരു കമ്പനി കൊടുത്തു, അത്രേ ഉള്ളൂ. പാവം എൻ്റെ ഏട്ടൻ, ആ മനുഷ്യന് തീരെ വയ്യ. പെട്ടെന്ന് ആര്യൻ അങ്ങോട്ട് വരാം. ആകാശേട്ടാ മതി, റൂമിലേക്ക് പൊയ്ക്കോ. ഇല്ലടാ ഇല്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. മീനു ഇവനെ വിളിച്ചോണ്ട് പോയിക്കേ എന്ന് ഗോമതി പറയാ. ആകാശേ വന്നേ. മീനു എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ, നീ ഒന്നും സംസാരിക്കണ്ട, മര്യാദയ്ക്ക് റൂമിൽ പോയി കിടക്കടാ എന്ന് ഗോമതി പറയാ. നിനക്ക് പറയാനുള്ളതേ നാളെ പറയാം. പറ്റില്ല, എനിക്കിപ്പം തന്നെ പറയണം എന്ന് വാശിയോട് കൂടി ആകാശു പറയാ. ഞാൻ ചോദിച്ചിട്ടേ പോകൂ, അവന് പറയാനുള്ളത് പറയട്ടെ ഗോമതി എന്ന് ബാലൻ പറയാ. അല്ല ബാലേട്ട, അത് വേണ്ട. ഈ നിൽക്കുന്ന മീനു, ഇവളെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചതാ, എൻ്റെ ചക്കര മീനു എന്ന് ആകാശ് പറയാണ് കേട്ടോ. എന്നിട്ട് എന്തുണ്ടായി? എന്നെപ്പോലൊരുത്തൻ്റെ കൂടെ ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഇവക്കില്ല. അത്രയ്ക്ക് നല്ല പെൺകുട്ടിയാണ് ഇവള്. നല്ലൊരു സർക്കാർ ജോലി ഉണ്ട്, സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിട്ടും പാവം എൻ്റെ മീനു ഗോമതി സ്റ്റോറിലെ ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ എൻ്റെ ഈ മീനു, എൻ്റെ പൊന്ന്, ഒരു പരാതിയുമില്ലാതെ എന്ത് സന്തോഷത്തോടെ ഇവളിവിടെ ജീവിക്കുന്നത്. ആകാശേ, ഇതൊക്കെ ഇപ്പം ഇവിടെ പറയേണ്ട എന്താവശ്യമുള്ളത് എന്ന് മീനു ചോദിക്കും. പറയേണ്ട കാര്യമുണ്ട്. അപ്പം ആര്യന് പറയും, ഏട്ടാ മതി, ഏട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്കേ. എടാ നോ നെവർ. ഈ ആകാശ് പറയും. അപ്പം മിത്ര പറയും, ആകാശേട്ടാ പ്ലീസ്, പറയാനുള്ളത് പറയാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എല്ലാവരും കേട്ടോ, എനിക്ക് ചിലത് പറയാനുണ്ട്. അച്ഛൻ സമ്മതിച്ചല്ലോ, അച്ഛനൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം എന്ന് ആകാശ് ചോദിക്കുക. എൻ്റെ മീനുവിനെ ഞാൻ തന്നെയാണ് കണ്ടെത്തിയത്, എൻ്റെ ഇഷ്ടത്തിന്. ഞങ്ങൾ തമ്മിൽ ലവ് ആയിരുന്നല്ലോ. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ കല്യാണം നടത്തി കൊടുത്തത് ആരാ നിങ്ങൾ തന്നെ പറ. എൻ്റെ പാവം ഏട്ടൻ പെണ്ണിനെ കണ്ടെത്തിയതും ആ കല്യാണം മുന്നിൽ നിന്ന് നടത്തിയതും ഒക്കെ ആരാ? ഈ നിൽക്കുന്ന ആളല്ലേ. നിൽക്കുന്നു എൻ്റെ ഈ അച്ഛൻ. ഈ അച്ഛനായിരുന്നല്ലോ ആ കല്യാണത്തിൻ്റെ ഒക്കെ പിന്നില് എന്ന് ആകാശ് പറയാൻ കേട്ടോ. അപ്പം കുടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചിലോടെയാണ് പറയുന്നത്. അല്ല, അച്ഛൻ തന്നെ പറയണം. ഈ ഏട്ടനെ ഞങ്ങൾ കുടിപ്പിച്ചത് ഭയങ്കര വലിയ അപരാധമായി പോയെന്നാണല്ലോ അച്ഛൻ്റെ ഒരു പറച്ചില്. അതൊക്കെ അനിയന്മാരുടെ കടമയല്ല എന്നും പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, ഞങ്ങളുടെ കടമയല്ല, ഞാൻ സമ്മതിച്ചു. ഞാൻ തിരിച്ചൊരു ചോദ്യം അങ്ങ് ചോദിച്ചോട്ടെ എന്ന് ചോദിക്കാം. അച്ഛൻ്റെ കടമകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എടാ നീ എന്താടാ ഈ പറയുന്നത് എന്ന് ഗോമതി ചോദിക്കാം. വെപ്രാളം കാണിക്കാതെ എൻ്റെ അമ്മേ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. 3 നേരം ഭക്ഷണവും കിടക്കാൻ ഒരു സ്ഥലവും അല്ല ഞങ്ങളെപ്പോലുള്ള മക്കൾക്ക് കൊടുക്കേണ്ടത് എന്ന് പറയാം. അത് കറക്റ്റ് എന്ന് ആര്യനും പറയാം. അവരുടെ മനസ്സ് മനസ്സിലാക്കണം. അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞ് പെരുമാറാൻ കൂടി അച്ഛനമ്മമാർ പഠിക്കണം. അങ്ങനെ എന്തെങ്കിലും ഇവർക്കറിയോ? ഞങ്ങളുടെ ഈ അച്ഛൻ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഞങ്ങളുടെ മനസ്സ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഉണ്ടോ? എടാ ആര്യ മോനെ, നിൽക്കുന്നു എൻ്റെ ചക്കര ആര്യൻ. ഇവൻ ഇവൻ ആര്യ, ഇവൻ അച്ഛൻ ഇവനോട് ഭയങ്കര പുച്ഛമാണല്ലോ. ഒരിടത്തും എത്തിയില്ല. പഠിക്കാൻ വിട്ടപ്പോൾ മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ എടാ മോനെ എന്ന് പറഞ്ഞ് വീണ്ടും ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലാം. എടാ നീ എന്താടാ ഭയങ്കര IAS ശ്രമിക്കാതിരുന്നത്? പറയടാ, കാരണം പറ. ഞാൻ അതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല ആകാശേട്ടാ. എന്താ നീ പറഞ്ഞത്? ഏട്ടൻ കേട്ടില്ലടാ, കുറച്ചുകൂടെ ഒച്ചയ്ക്ക് പറഞ്ഞേ എന്ന് പറയാം. ഞാൻ അതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഈ ആര്യൻ്റെ മനസ്സിൽ മറ്റു പലതുമായിരുന്നു എന്ന് ആര്യൻ പറയാം. എൻ്റെ സ്വപ്നം അതൊന്നും ആയിരുന്നില്ല. ഞാൻ യാതൊരു സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും ഇല്ലാത്ത മനുഷ്യനൊന്നും ആയിരുന്നില്ല ഈ ആര്യൻ. എനിക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ. കണ്ടോ? ആര്യൻ പറയുന്നത് കണ്ടോ എന്ന് അപ്പം ആകാശ് ചോദിക്കുക. എല്ലാവരെയും പോലെ ഞാൻ സ്വപ്നം കണ്ടതാ. എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ എന്ന് ആര്യൻ വീണ്ടും പറയണം കേട്ടോ. പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
കുഞ്ഞിലെ മുതൽ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷേ എൻ്റെ മുന്നിലെ ആ ലക്ഷ്യങ്ങൾ നേടാനുള്ള വഴികൾ ഉണ്ടായിരുന്നില്ല. വലിയ തടസ്സമായിരുന്നു. നിങ്ങളുടെ ആഗ്രഹം നടത്തി തരാടെ മോനെ എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ എന്താടാ നിന്റെ ആഗ്രഹമെന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടുമില്ല. അച്ഛന് വലുത് അച്ഛൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. അതെന്നിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഒരിക്കലെങ്കിലും എന്നോടത് ചോദിക്കാമായിരുന്നു. പക്ഷെ അച്ഛനത് ചെയ്തില്ലേ അല്ലേ ഏട്ടാ? അച്ഛനത് ചോദിക്കാതെ ഞാനത് എങ്ങനെ പറയാനാ ഏട്ടാ എന്ന് വീണ്ടും പറയാം. അച്ഛനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ലല്ലോ ഏട്ടാ എന്ന് ആരിനും പറയാം. അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാലേ ചൂരലുകൊണ്ട് അടിയ, അതും എന്തുമാത്രം അടിക്കുമായിരുന്നു. ആ നാണക്കേടും വേദനയൊക്കെ അനുഭവിച്ച് മനുഷ്യൻ മടുത്തു, ജീവിതം വെറുത്തു. അങ്ങനെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു മനുഷ്യനോട് ഞാൻ എന്ത് പറയാനാ? ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നത്, എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും മോഹങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നേ. ദേ ഇത് കേട്ടല്ലോ എന്ന് ആകാശപ്പ ചോദിക്കുക. ഇത്രയും നാള് ഇതൊക്കെ ഉള്ളിൽ കിടന്ന് നീറി പുകയുമായിരുന്നു. ഈ പാവം എൻ്റെ ആര്യൻകുട്ടൻ അവൻ എന്തുമാത്രം വേദന അനുഭവിച്ചു എന്ന് ആകാശ് പറയണം. അതിനുശേഷം വീണ്ടും ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. അച്ഛാ എന്നും പറഞ്ഞ് ബാലനെ വിളിക്കുക. അച്ഛൻ്റെ ഇഷ്ടത്തിന് ചലിക്കുന്ന കളിപ്പാവകൾ മാത്രമായിരുന്നു അച്ഛന് ഞങ്ങൾ ഈ മക്കള്. അല്ലാതെ അച്ഛന് ഞങ്ങളോട് ഒരു സ്നേഹവും ഉണ്ടായിരുന്നില്ല. ഗോഡ് ഫാദർ സിനിമയില്ലേ, അതിലെ 500 മക്കളില്ലേ, അയാൾക്കു വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന മക്കള്. മിണ്ടാതിരിക്കുക ആകാശേ എന്ന് മീനു പറയാ. 4 ഗുണ്ടകള് അത് തന്നെയായിരുന്നു ഇവിടെയും. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന ഗുണ്ടകളെ പോലെയാ ഞങ്ങളെ വളർത്തിയത്. ആ പാവം ആനന്ദേട്ടൻ അച്ഛൻ്റെ നിഴലായിരുന്നു. അച്ഛനെ എത്രമാത്രം വിശ്വസിച്ചതാ. ഏട്ടന് അച്ഛനെ അത്ര സ്നേഹവും വിശ്വാസവും ഒക്കെ ആയിരുന്നു. ആ പാവത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്താ? തകർന്ന് തരിപ്പണമായി. ആ മനുഷ്യനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഈ നിൽക്കുന്ന അച്ഛൻ ഒരാളാ എന്ന് ആകാശ് പറയാ. ആകെ തകർന്ന് തരിപ്പണമായി എൻ്റെ ആനന്ദേട്ടൻ. അമ്മയുടെ നോക്കിയൊന്നും പേടിപ്പിക്കൊന്നും വേണ്ട. അല്ലേലും സത്യം പറയുന്നത് അമ്മയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ആ ഉദയഭാനുവിൻ്റെ പണം കണ്ടല്ലേ ദേവിയെടുത്തിയെ ഈ അച്ഛൻ ഈ പാവം എൻ്റെ ആനന്ദേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്ന് ചോദിക്കാം. എന്താടാ നീ പറയുന്നേ എന്ന് ചോദിച്ച് ആകാശിന് ചെകിടത്തൊരു അടി കൊടുക്കുകയാണ് കേട്ടോ ഗോമതി. ഇനി ഒരക്ഷരം നീ മിണ്ടിയാൽ ഇങ്ങനെ ആയിരിക്കില്ല ഗോമതി പ്രതികരിക്കുന്നത്. എൻ്റെ ബാലേട്ടനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ സാധിച്ചടാ? ഇതിനേക്കാൾ മോശമായിട്ട് ഞാൻ നിന്നോട് മറുപടി പറയും എന്ന് ഗോമതി ദേഷ്യത്തോടു കൂടി പറയാൻ കേട്ടോ. നീ പറഞ്ഞല്ലോ 3 നേരം ആഹാരവും കിടക്കാൻ ഇടവും തരുന്നത് മാത്രമായിരുന്നു അച്ഛൻ്റെ കടമയെന്ന്. അപ്പം അതേന്നുള്ള രീതിയിൽ ആകാശ് വീണ്ടും തലയാട്ടും. പെട്ടെന്ന് ഗോമതി ബാലേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് പറയും, എൻ്റെ ബാലേട്ടൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിക്കും. എൻ്റെ കൈ പിടിച്ച് കൃഷ്ണമംഗലത്ത് നിന്ന് ഇറങ്ങുമ്പോഴേ ബാലേട്ടൻ്റെ പേഴ്സിൽ ആകെ ഉണ്ടായിരുന്നത് വെറും 10 രൂപയായിരുന്നടാ എന്ന് ഗോമതി കരഞ്ഞോണ്ട് പറയാൻ കേട്ടോ. അപ്പം മീനുവും ഇത്രയും എന്ത് മറുപടി ഇതിനൊക്കെ പറയണമെന്നറിയാതെ പരസ്പരം നോക്കുക. അവിടെ നിന്ന് ഇന്ന് ഈ കണ്ടതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഈ മനുഷ്യൻ്റെ അധ്വാനവും വിയർപ്പുക. ഈ മനുഷ്യൻ അത്രയേറെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാ ഇന്ന് ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. നിന്നെ ഒന്നും നിന്റെ അച്ഛൻ മനസ്സിലാക്കിയിട്ടില്ല അല്ലേടാ എന്ന് വീണ്ടും ചോദിക്കാം. അപ്പൊ പുച്ഛത്തോടെ 2 പേരും നിൽക്കുക. എടാ നീയൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ അച്ഛനെ മനസ്സിലാക്കിയിട്ടുണ്ടോടാ എന്ന് ചോദിക്കാം. ഈ മനുഷ്യനെ കുറിച്ച് എപ്പോഴെങ്കിലും നീയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോടാ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ഇപ്പൊ ഈ മനുഷ്യനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമായിരുന്നോ എന്ന് ചോദിക്കാം. അപ്പൊ ഗോമതി വേണ്ട, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ബാലൻ കണ്ണു തുടയ്ക്കുകയാണ്. ബാലേട്ട നീ എന്തിനാ അവനെ തല്ലിയത് എന്ന് ഗോമതിയോട് ബാലൻ ചോദിക്കുക. പിന്നെ ഞാൻ എന്താ ബാലേട്ട ചെയ്യുന്നത് എന്നപ്പോൾ ഗോമതി മറുപടി ചോദിക്കുകയാണ് കേട്ടോ. അവൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ ഗോമതി? ഞാൻ ഒരുത്തും കാരണമല്ലേ ആനന്ദിന്റെ ജീവിതം ഒന്നുമില്ലാതായത്? എൻ്റെ വാശി കൊണ്ടല്ലേ ആനന്ദിന്റെ ജീവിതം തകർന്നത് എന്ന് പറയാം. അല്ല ബാലേട്ട എന്ന് അപ്പോൾ ഗോമതി പറയാണ്. പെട്ടെന്ന് ബാലൻ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണേ. എന്നിട്ട് ആകാശിൻ്റെ തോളിൽ കൈ വെക്കുക. എടാ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പം എന്താന്ന് ചോദിക്കുക. അച്ഛനൊരു അബദ്ധം പറ്റിപ്പോയടാ, അച്ഛൻ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലടാ മോനെ എന്ന് ബാലനും വേദനയോട് കൂടി പറയാ. ഇനി എന്ത് പരിഹാരമാടാ അച്ഛൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. എന്ത് ചെയ്താൽ ഇതൊക്കെ ശരിയാക്കാമെന്ന് സത്യമായിട്ടും അച്ഛൻ അറിയില്ലടാ എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടുന്ന് റൂമിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ബാലൻ്റെ ആ തകർച്ചയോടെയുള്ള സംസാരം കേൾക്കുമ്പോൾ ഗോമതിക്ക് ഒരുപാട് വിഷമം തോന്നുക. ഗോമതിക്ക് മാത്രമല്ല അത് കാണുന്ന മീനുവിനും മിത്രയ്ക്കും പോലും സങ്കടം വരിക. വീണ്ടും ഗോമതി ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എടാ നിനക്കിപ്പോൾ സമാധാനമായോടാ? നിനക്ക് സ്വസ്ഥത കിട്ടിയല്ലോ അല്ലേ എന്ന് ചോദിക്കാം. അപ്പം മിത്ര പറയും, പാവം അങ്കിള്. ആകാശേട്ടാ, ആര്യ
നിങ്ങൾ ചെയ്തത് തീരെ ശരിയായില്ല, ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് രണ്ടുപേരോടുമായിട്ട് പറയാം. അമ്മ എന്തിനാ ഒരെണ്ണത്തിൽ നിർത്തിയത്? ശരിക്കും ഒരെണ്ണം കൂടി കൊടുക്കായിരുന്നില്ലേ എന്ന് മീനു ചോദിക്കാം. മീനു, ദേ ഇവനെ വിളിച്ചോണ്ട് പോ, വാ ഇങ്ങോട്ട്, വരാനാ പറഞ്ഞത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ മീനു, നടക്ക് എന്നും പറഞ്ഞ് ആകാശിനെ വലിച്ചു പിടിച്ചോണ്ട് പോവാണ് കേട്ടോ നമ്മുടെ മീനുവേ. ഇതേ സമയം ഗോമതി ആകെ സങ്കടത്തോടു കൂടി ഇരിക്കാം. അപ്പൊ ഗോമതിയുടെ അവസ്ഥ കാണുന്ന ആര്യനാണ് ഗോമതിയെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ സമാധാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലൊന്നും അല്ല കേട്ടോ ആര്യൻ നിൽക്കുന്നത്. ഗോമതി അവിടെ നിന്ന് കരയുവാണ്. അതേസമയം മീനു ആണെങ്കിൽ ആകാശിനെ കൊണ്ട് റൂമിലേക്ക് ഇട്ട് വാതിലടയ്ക്കുക, എന്നിട്ട് ബെഡിൽ കൊണ്ട് തള്ളിയിടുക. ആകാശേ, നേരെ അവിടെ ഇരുന്നോ. മീനു, ഞാൻ നേരെയല്ലേ നടക്കുന്നത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ച് തള്ളുന്നേ? ദേ നമ്മുടെ മുറി ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിരിപ്പുണ്ട് എന്ന് ആകാശ് പറയാം. ആകാശിന് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ, ഞാനിതിനെ നാണിക്കുന്നേ. എൻ്റെ മീനു, നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് എന്നോട് പറയാം, ഒരക്ഷരം പോലും മിണ്ടാതെ ഞാൻ അതെല്ലാം നിന്ന് കേൾക്കും. അതാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം. കാരണം നീ എൻ്റെ മീനുക്കുട്ടിയല്ലേ, ഞാൻ നിന്റെ ആകാശവും. ദേ കൊഞ്ചാൻ വരരുതേ, നിന്നോടല്ലാതെ പിന്നെ ഞാൻ വേറെ ആരോടാടി കൊഞ്ചുന്നേ? വെള്ളം മേടിച്ച് ബോധമില്ലാതെ വന്നതും പോരാ, അച്ഛനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് മോശമായി പോയില്ലേ? എൻ്റെ ചക്കര മീനു എന്ന് പറഞ്ഞു വീണ്ടും കൊഞ്ചിക്കാണ് കേട്ടോ മീനുവിനെ. ഞാൻ ആരുടെയും ചക്കരയൊന്നും അല്ല. നിന്റെ ഈ ആകാശ് മിസ്റ്റർ ഗോമതി സ്റ്റോർ ബാലനോട് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ആകാശ് പറഞ്ഞതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മീനു പറയും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ എന്ന് വീണ്ടും ആകാശ് ചോദിക്കാം. ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത്? അതൊക്കെ വിട്. നിനക്കൊരു കാര്യം അറിയോ മീനു? എൻ്റെ അച്ഛൻ ആ ഗോമതി സ്റ്റോർ ബാലനോടൊരു വിചാരമുണ്ട്, അയാൾ എന്തോ സംഭവമാണെന്ന്. ഈ ലോകം അയാൾ മാത്രമാണ് ശരിയെന്നുള്ളത്. അദ്ദേഹം എന്തു പറഞ്ഞാലും അതെല്ലാം സത്യം, നമ്മളെല്ലാം എന്ത് ചെയ്താലും കുറ്റം, അയാൾക്കൊരിക്കലും പിഴക്കില്ല. അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ കരുതി വെച്ചിരുന്നത്? ആകാശേ, മതി, നിർത്ത്. ഇല്ല, ഞാൻ നിർത്തത്തില്ല, ഞാൻ ഇനിയും പറയും. എനിക്കൊന്നും കേൾക്കണ്ട ആകാശേ എന്ന് മീനു പറയും. ദേ നീ അവിടെ ഇരിക്കടി, നീ കേട്ടേ പറ്റൂ. നീ എന്നെ പിടിച്ചു വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ, എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ കേൾക്കണം മീനു, നീ കേൾക്കണം. ആ മിസ്റ്റർ ബാലന്റെ കാര്യം നീ കേൾക്കണം, നീ കേട്ടേ പറ്റൂ. അല്ലെങ്കിലേ ഞാൻ പുറത്തിറങ്ങി കൂവും, ഉറക്കം ഞാൻ വിളിച്ചു പറയും. അത് വേണോന്നാ ഞാൻ ചോദിച്ചത്. കേട്ടല്ലോ? അപ്പം നീ കേൾക്കണം, നീ ഇവിടെ ഇരുന്ന് കേൾക്കണം. അപ്പം അങ്ങനെയുള്ള ആ മിസ്റ്റർ ബാലൻ, ആരാ മിസ്റ്റർ ബാലൻ? അങ്ങേരെ ഒറ്റ ഒരാൾ കാരണമല്ലേ എൻ്റെ ആനന്ദേട്ടൻ ഇപ്പം കിടന്ന് അനുഭവിക്കുന്നത്. ആ മനുഷ്യൻ്റെ വേദന എന്താണെന്ന് ഈ വീട്ടിൽ ആർക്കെങ്കിലും അറിയോ? ആ ദേവിയെടുത്തിയെ ഏട്ടൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് മുൻപ് അവരുടെ കുടുംബത്തെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഇല്ല, അന്വേഷിച്ചില്ല. എല്ലാവരും അങ്ങ് വിശ്വസിച്ചു. ആ ഉദയഭാനുവിനെ കണ്ടപ്പം അച്ഛൻ അങ്ങ് മയങ്ങിപ്പോയി. കോടീശ്വരൻ, വലിയ ബിസിനസ്സുകാരൻ, വലിയ കുടുംബം, സ്വത്തുണ്ട്, പണമുണ്ട്. പിന്നെ എന്തായിരുന്നു അയാൾ പറഞ്ഞത്? MA BA, MA പോലും MPhil ഒന്നും ഉണ്ടായിരുന്നില്ല. MPhil പഠിച്ച മരുമോള്. എന്തൊക്കെയായിരുന്നു ബാലന്റെ അഹങ്കാരം. പിന്നെ എന്ത് വേണം? ദേ അങ്ങേരുടെ ആ ഒടുക്കത്തെ തള്ളു മുഴുവനും കേട്ട് അച്ഛനങ്ങ് അതിൽ വീണു. അതാരുടെ കുറ്റമാ? അച്ഛൻ്റെ കുറ്റം. അച്ഛൻ്റെ മാത്രം കുറ്റമല്ലേ? അച്ഛൻ അങ്ങനെ വീഴാൻ പാടുണ്ടായിരുന്നോ? ഒരിക്കലും പാടില്ലായിരുന്നു. അപ്പം മീനു അടുത്തേക്ക് ചെല്ലൂട്ടോ. അയാളെ വിശ്വസിച്ച് പോയ അച്ഛൻ അത് ശരിയാ എന്നും കരുതി ഇങ്ങനെ കുറ്റപ്പെടുത്താവോ? അപ്പം തെറ്റച്ഛൻ്റെ അല്ലേ? ആകാശിന്റെ മുന്നിൽ വന്ന് അച്ഛൻ ചോദിച്ചത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാ. അതായത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ആ മനുഷ്യന്റെ ആ ദയനീയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കേണ്ട എന്താവശ്യം ആകാശം നിനക്കുണ്ടായിരുന്നത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. നമ്മുടെ അച്ഛനും അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അച്ഛൻ അതുകൊണ്ട് ഈ കല്യാണം നടത്തി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അച്ഛൻ അറിഞ്ഞിരുന്നോ? അറിഞ്ഞോണ്ടാണോ ആനന്ദേട്ടന്റെ കല്യാണം നടത്തിയത് എന്ന് മീനു വീണ്ടും ചോദിക്കാം. പറ്റിപ്പോയൊരു തെറ്റ്, അതിനിങ്ങനെ വീണ്ടും വീണ്ടും കുത്തി വേദനിപ്പിക്കുന്നത് ശരിയല്ല. ആ മനുഷ്യനെ ഇങ്ങനെ തകർക്കാൻ മാത്രം എന്ത് തെറ്റാ ആകാശിനോട് ചെയ്തത്? പറയുന്നത് കേട്ടോ, ആ ദ്രോഹം ഇനിയും ചെയ്യരുതെന്ന്. പെട്ടെന്ന് ആകാശം ഒന്നും മിണ്ടാതെ നിൽക്കുക. ഓ, നമ്മൾ പറയുന്നതൊക്കെ വലിയ ദ്രോഹം. അച്ഛന് ഒരു തെറ്റ് പറ്റിപ്പോയാൽ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല. ആകാശം, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. ഓ വേണ്ട വേണ്ട, നീ അങ്ങനെ തന്നെയാ മീനു പറഞ്ഞത്. ഞാനൊക്കെ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അത് ഭൂലോക കുറ്റം.
ഇതേ അച്ഛൻ മറ്റുള്ളവരോട് എവിടെ പോയി നീ ഇവിടെയായിരുന്നോ, ഇവിടെ നിൽക്കുന്നതിനോട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു പറയാം. ഈ അച്ഛൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തെറ്റു പറ്റിയാൽ, എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ എങ്ങനെ അവരെ വേദനിപ്പിക്കുന്നത്, അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലേ എന്ന് ചോദിക്കാം. അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ നീ ഇപ്പം എന്താടി പറഞ്ഞതിനർത്ഥം? അച്ഛൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന ആകാശിന് മനസ്സിലാകാഞ്ഞിട്ടാണോ, അതോ ആകാശിന് മനസ്സിലാക്കണമെന്നില്ലേ? എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് മനസ്സിലാകത്തുമില്ല. ആകാശ് മനഃപൂർവ്വം ഈ അവസരം മുതലെടുക്കുവാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ, നീ അങ്ങനെ തന്നെ കരുതിക്കോ, ഞാൻ മുതലെടുക്കും. ഈ ഗോമതി സ്റ്റോർ ബാലനുണ്ടല്ലോ, ഇങ്ങനെ ആരാണെന്ന് നിനക്കറിയാവോ? ദേ, നമുക്ക് നാളെ ഒരു മോനോ മോളോ ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞ് ആകാശിന്റെ നേരെ നിന്ന് ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴേ അപ്പം മനസ്സിലാകും ആകാശിന്റെ വേദന, ഈ അച്ഛൻ ഇന്ന് അനുഭവിച്ച വേദന എന്താണെന്ന് അപ്പോഴേ ആകാശിന് മനസ്സിലാകുള്ളൂ. അപ്പം ആകാശ് പറയും, അതിന് നമുക്ക് മോനോ മോളോ വേണ്ടേ? ഇല്ലല്ലോ, എന്താ ഉദ്ദേശം എന്നപ്പോൾ മീന് ചോദിക്കുക. അല്ല, നമുക്കൊരു മോനോ മോളോ ഉണ്ടാകണമെങ്കിലേ അതിന് നീയും കൂടി വിചാരിക്കണ്ടേ മീനൂട്ടി? അല്ലാതെ ഞാൻ മാത്രം വിചാരിച്ച ഇതൊക്കെ നടക്കുമോ മീനൂട്ടി എന്ന് ആകാശ് വീണ്ടും കൊഞ്ചിക്കൊണ്ട് ചോദിക്കുക. അതെ, നീ എന്താ അങ്ങനെ വിചാരിക്കാതിരുന്നാലേ എന്നെ ചോദ്യം ചെയ്യാനും എൻ്റെ നേരെ വിരൽ ചൂണ്ടാനും ആരും ഉണ്ടാകില്ല മീനൂട്ടി. പിന്നെ എങ്ങനെ കുഞ്ഞുണ്ടാവും? പിന്നെ എങ്ങനെ വാവോ വാവോ എന്ന് പറഞ്ഞ് പാട്ട് പാടുക. ഇത് അത്ര വലിയ തമാശയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നീ ചിരിച്ചല്ലോ. ഞാൻ ചിരിച്ചിട്ടൊന്നും ഇല്ലേ? ഇല്ലില്ല, നീ ചിരിച്ചു, ഞാൻ കണ്ടു, എൻ്റെ മീനൂട്ടി ചിരിച്ചല്ലോ എന്ന് ആകാശ് പറയാം. അതെ മീനു, ഇനി എന്താ അറിയേണ്ടത്? അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയാൽ മതിയോ? നമുക്കിടയിലേക്കും വരണ്ടേ ഒരു കുഞ്ഞുവാവാ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ ലെവലിലേക്ക് നമ്മൾ പോവണ്ടേ, ഒരു അടിത്തറ പാകണ്ടേ, അതിനുവേണ്ടി ഒരു കുഞ്ഞ് വേണ്ടേ? വേണ്ട, ഇപ്പം നമ്മളുള്ള ഈ ലെവലിൽ തന്നെ നമ്മളൊക്കെ മുന്നോട്ട് പോയാൽ മതിയേ എന്നപ്പം മീനു പറയൂട്ടോ. മീനു, നിനക്ക് തീരെ മനസാക്ഷി ഇല്ലല്ലേ മീനു? ഇല്ലാന്ന് തന്നെ നീ അങ്ങ് വെച്ചോ, പോയി കിടന്ന് ഉറങ്ങ ആകാശേ എന്ന് മീനു ആകാശിനോട് പറയാ. മീനു, നിനക്ക് ഒരു സ്നേഹം എന്നോടില്ല കേട്ടോ മീനു. എന്താ ആകാശിന് എന്താ വേണ്ടത് എന്നപ്പോൾ ചോദിക്കാം. മീനു കുട്ടി, നീ എന്താ മീനു ഒരു സ്നേഹമില്ലാത്തതുപോലെ എന്നോട് പെരുമാറുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മീനു ആണെങ്കിൽ ആകാശിൻ്റെ സംസാരമൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും